ഹായ്, ഇന്ന് നമുക്ക് അജ്മീറിലെ ഒരു ഫേമസ് ആയ സ്വീറ്റ് ഐറ്റമായ സോഹൻ ഹൽവ വെറും 15 മിനിറ്റിൽ തയ്യാറാക്കാം. ഇത് ഉടയ്ക്കുമ്പോൾ ഇതുപോലെ ചില്ലുപോലെ ഉടയണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിനായിട്ട് ഹൽവ സെറ്റ് ചെയ്യാനുള്ള ബൗളുകൾ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് വെക്കാം. ഇനി ഇതിൽ കുറച്ച് ബാദാമും പംകിൻ സീഡ്സും കുറച്ച് പോപ്പി സീഡ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സുകൾ സെറ്റ് ചെയ്ത് വെക്കാം. ബാദാം ഉടച്ച് അതിൻ്റെ വെള്ള ഭാഗം അടിയിൽ വരുന്നത് പോലെ വെച്ചാൽ ഹൽവയ്ക്ക് നല്ല ഭംഗി കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. മൈദയുടെ അതേ അളവിൽ പാൽപ്പൊടി എടുക്കണം. അടുത്തതായി ഒരു ബൗളിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് നെയ്യും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര നെയ്യിൽ നന്നായി മെൽറ്റാകണം. മെൽറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. ഫ്ലെയിം കമ്മിയാക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായിട്ടുണ്ട്. ഈ കളർ മതി. നമുക്ക് ഗ്യാസ് ഓഫാക്കി പാന് താഴേക്ക് ഇറക്കി വെക്കാം. പാന് താഴെ ഇറക്കി വെച്ച ശേഷം മാത്രം മൈദയും പാൽപ്പൊടിയും മിക്സാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സ്പീഡിൽ തന്നെ ഇളക്കി കൊടുക്കണം. പാത്രത്തിൽ നിന്നും ഇതുപോലെ വിട്ട് ഉരുണ്ടു വരുന്ന സമയത്ത് വേഗം തന്നെ ബൗളുകളിലേക്ക് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. ഓരോ ബൗളിൻ്റെയും 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്ത് നെയ്യ് പുരട്ടിയ സ്പൂൺ കൊണ്ട് ഒന്ന് ഒപ്പമാക്കി കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് തണുക്കാനായിട്ട് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. ഓരോന്ന് ഇതുപോലെ ഒരു 2-3 തട്ട് കൊടുത്താൽ ഇതുപോലെ എളുപ്പത്തിൽ വിട്ട് കിട്ടും. ഇത് നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കാരമൽ കാൻഡിയുടെ ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.